Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ അച്ഛാ. നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ആരാണ് ഉയർത്തെഴുന്നേറ്റത്? ഇന്നത്തെ ചോദ്യം അതാണ്. ആരാണ് ഉയർത്തെഴുന്നേറ്റത്? കുരിശിൽ മരിച്ചവനാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ എങ്ങനെയാണ് കുരിശിൽ മരിച്ചത് എന്ന് നമുക്കറിയാം. അവൻ സത്യം തന്നെ ആയിരുന്നിട്ടും അവൻ വഞ്ചിക്കപ്പെട്ടു. അവൻ സ്നേഹം തന്നെ ആയിരുന്നിട്ടും അവൻ വെറുക്കപ്പെട്ടു. അവൻ ചേർത്ത് പിടിക്കുന്നവനായിരുന്നിട്ടും അവൻ തള്ളിപ്പറയപ്പെട്ടു. അവനിൽ ഒരു തിന്മയുമില്ലാതിരുന്നിട്ടും, അവൻ നന്മ തന്നെ ആയിരുന്നിട്ടും അവൻ കുറ്റമാരോപിക്കപ്പെട്ടു. അവൻ ജീവൻ നൽകുന്നവനായിരുന്നിട്ടും അവൻ്റെ ജീവൻ എടുക്കപ്പെട്ടു. അവൻ പരിപാലിക്കുന്നവനായിരുന്നിട്ടും ഒരു പോറല് പോലും നമ്മുടെ മേൽ വീഴരുതെന്ന് ആഗ്രഹിക്കുന്നവനായിരുന്നിട്ടും അവൻ അടിച്ചു മുറിവേൽപ്പിക്കപ്പെട്ടു. മുറിവുണക്കുന്നവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. സത്യം തന്നെയായിരുന്നവൻ വഞ്ചിക്കപ്പെട്ടു. ചേർത്തു പിടിക്കുന്നവൻ തള്ളിപ്പറയപ്പെട്ടു. ജീവൻ കൊടുക്കുന്നവൻ കൊല്ലപ്പെട്ടു. അങ്ങനെ അവൻ കുരിശ് വഹിച്ചു, കുരിശിൽ മരിച്ചു. അവൻ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയായിരുന്നവൻ. എല്ലാം അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. നമ്മളെ ഉടുപ്പിക്കുന്നവൻ്റെ വസ്ത്രം ഊരിമാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൻ കുരിശിൽ മരിച്ചു. തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ദുഃഖ ദുരിത അനുഭവങ്ങളിൽ നിന്ന് അവൻ മുഖം തിരിച്ചില്ല. അവൻ അതെല്ലാം ഏറ്റെടുക്കുകയും ദൈവമഹത്വത്തിനു വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാര ബലിയായി തന്നെ ആ വേദനകളുടെ അഗ്നിയിൽ ഒരു ഹോമബലിയായി അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വഞ്ചിക്കുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. തള്ളിപ്പറയുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. ദുരാരോപണങ്ങൾ നടത്തുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. കൊലപാതകം നടത്തുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. മനുഷ്യന്റെ എല്ലാ പാപങ്ങൾക്കുമുള്ള സമ്പൂർണമായ ഒരു കുറവുമില്ലാത്ത പാപപരിഹാര ബലിയായി അവൻ കുരിശാകുന്ന അൾത്താരയിൽ കത്തി ചാമ്പലായി ഒരു ഹോമബലിയായി തീർന്നു. അങ്ങനെ ആ ഹോമബലിയുടെ അഗ്നിനാളങ്ങളിൽ നിന്നാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇനി നമ്മളും ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഈശോ നടന്നുപോയ വഴികളിലൂടെ, ഈശോ നടന്നുപോയതുപോലെ തന്നെ ഈശോയുടെ അതേ മനോഭാവങ്ങളിലൂടെ നടക്കണമെന്ന് യോഹന്നാൻ 2:6 നമ്മൾ വായിക്കുന്നത് പോലെ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതിനോട് ചേർത്ത് പറയാം, അവൻ നടന്ന അതേ വഴികളിലൂടെ, അവൻ നടന്ന അതേ മനോഭാവങ്ങളോടുകൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ അനുദിന ജീവിതത്തിലും കുരിശുകൾ ഉണ്ടാകും. അപ്പോൾ ഈശോ കുരിശ് വഹിച്ചതുപോലെ കുരിശ് വഹിക്കാൻ യൂദാസിനെ പോലെയും പത്രോസിനെ പോലെയും ഒറ്റിക്കൊടുക്കുന്നവരും തള്ളിപ്പറയുന്നവരും ഉണ്ടാകും. പ്രധാന പുരോഹിതന്മാരെ പോലെ തിന്മ നിരൂപിക്കുന്നവരുണ്ടാകാം. ഹെറോദേസിനെയും പിലാത്തോസിനെയും പോലെ അന്യായമായ വിധികൾ നടത്തുന്നവരുണ്ടാകാം.
പടയാളികളെ പോലെ അപമാനിക്കുന്നവരുണ്ടാകാം, നിന്ദിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ആ വഴികളിലൂടെയെല്ലാം ഈശോ നടന്നതുപോലെ നടക്കാൻ കഴിയുമ്പോൾ, ഈശോയെ പോലെ മരിക്കാൻ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈശോയെ പോലെ നമ്മളും ഉയർത്തെഴുന്നേൽക്കും, നമ്മളും മഹത്വം പ്രാപിക്കും. കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമ്മൾ ഈ ഈസ്റ്റർ ദിനത്തിന്റെ പ്രഭാതത്തിൽ ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആ ഒരു ഉയർപ്പിലേക്കുള്ള സ്വാതന്ത്ര്യമാണ്. ലിബർട്ടി ടു ദ റിസറക്ഷൻ. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കാനുള്ള സ്വാതന്ത്ര്യം. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഊർജം നമുക്ക് ഓരോ ദിവസവും കൈവരുന്നത് ഈ അൾത്താരയിലെ ദിവ്യബലിയിൽ നിന്നാണ്. ഉയർപ്പിന്റെ പവർ, ദ പവർ ഓഫ് റിസറക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വാംശീകരിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:11 പറയുന്നത് പോലെ, കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, അവിടുന്ന് അവനെ ഉയർപ്പിച്ചവൻ ആ ആത്മാവിനാൽ നിങ്ങളുടെ മൃതമായ ശരീരങ്ങൾക്ക് വീണ്ടും ജീവൻ പ്രദാനം ചെയ്യും. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയോടൊപ്പം മരിക്കാതെ പോയ, ഈശോയുടെ മനോഭാവങ്ങളോടുകൂടെ കുരിശു വഹിക്കാതെ പോയ ആ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. കണ്ണുകൾ അടച്ച് ഈശോയെ പോലെ ആയിത്തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,